ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ഗവൺമെന്റ് ഈ ആഴക്കടൽ ഖനനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള പ്രചരണം തികച്ചും തെറ്റാണ്, അടിസ്ഥാനപരമായി തെറ്റാണ്. CPIയും അതിൻ്റെ കൃത്യമായ നിലപാട് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്ന കാര്യമാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. പാർട്ടി LDFിൻ്റെ എംപിമാരൊന്നും ഉണ്ടായിരുന്നല്ലോ. ആകെ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ചുരുക്കല്ലേ ഉള്ളൂ. അവിടെ ഉള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് UDFിൻ്റെ ആളുകളാണല്ലോ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും. കേരളത്തിൽ 18 ആളുണ്ടായിരുന്നല്ലോ. ആ 18 ആൾ അന്നും പ്രതികരിച്ചില്ല, അതിനുശേഷവും പ്രതികരിച്ചില്ല, ഇന്നേ അവരെ പ്രതികരിച്ചില്ല. അല്ല, LDFിൻ്റെ ആളുകൾ അന്നേ പ്രതികരിച്ചിട്ടുണ്ട്, അന്നും പുറത്ത് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് ഉള്ളിൽ പ്രതികരിക്കാൻ പറ്റാത്തപ്പോൾ പുറത്ത് പ്രതികരിച്ചിട്ടുണ്ട്. ആര് അത് എപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. നിങ്ങളെല്ലാം സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയല്ലേ അത്. അതേ ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ദുരന്തം വന്നപ്പോൾ ദുരന്തത്തിൻ്റെ അയച്ചു കൊടുത്തില്ല പറഞ്ഞ പോലെയാണ് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. കേന്ദ്രത്തിനെ സംരക്ഷിക്കാൻ, സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചിക്കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ്. ആ അസംബന്ധമാണ്. ഇമാതിരി കുറേ അസംബന്ധം പറയുന്ന ഒരാൾ കളവല്ലാണ്ട് വേറെ ഒരു കാര്യവും സത്യമായിട്ട് പറയില്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലുള്ള കുറേ പത്രവും മാധ്യമവും അത് വെച്ചിട്ടാണ് അവരെല്ലാം കളിക്കുന്നത്. നിങ്ങളാണ് അവരെ മോശമാക്കുന്നത്. നിങ്ങൾ കാരണം ഇത് പഠിച്ചു പോയിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് തെറ്റായ കാര്യം പറയുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ മാധ്യമങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചാവകറുകളായിട്ട് പുറപ്പെടുക. എന്നിട്ട് അതിനെപ്പറ്റി ന്യായമായിട്ട് ഞങ്ങൾ പറയുമ്പോൾ ആ പറയുന്നതിനെ വക്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ട് ഇടപെടൽ നടത്തുക തീരെ തെറ്റായ നിലപാടായി. അതുകൊണ്ട് മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, മാധ്യമങ്ങൾ എടുത്ത നിലപാട് ശരിയായ നിലപാടല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് കൃത്യമായ സമീപനം സ്വീകരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. സമരം RSP മാത്രമല്ല, ഞങ്ങൾ മുഴുവൻ നടത്തിയല്ലോ. പിന്നെ RSP ഇപ്പം അല്ലേ ഉള്ളൂ. ഞങ്ങൾ പണിമുടക്ക് തന്നെ ഹർത്താൽ നടത്തിയല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് CIT അല്ലേ, അവരല്ലേ സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുത്തു. അതുകൊണ്ട് RSP നടത്തിയെന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ്? ഞങ്ങൾ കൂട്ടായിട്ട് നടത്താമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാമായിട്ട് സഹകരിച്ച് മുമ്പോട്ടേ. കേരളത്തിൻ്റെ താല്പര്യമില്ലേ? കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ UDFിൻ്റെ യോഗം ചേർന്നത് പറഞ്ഞ് നോക്കണ്ട, ചോദിച്ച ഒരു വർക്കിൽ പോകണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങൾ രാഷ്ട്രീയമാണ്, വെറും രാഷ്ട്രീയം. UDFിന് കേരളത്തിൻ്റെ താല്പര്യമില്ല. അത് വികസന പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഒന്നിൻ്റെ മേലെ നിങ്ങൾക്ക് ആ നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു ഭാഗത്ത് RSP നടക്കുന്നു, വേറൊരു ഭാഗത്ത് ലീഗ് നടക്കുന്നു, വേറൊരു ഭാഗത്ത് കോൺഗ്രസ് നടക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞ മലയാളം മനസ്സിലായില്ലേ? UDFിൻ്റെ ആളുകളോട് നേരിട്ട് തന്നെ സംസാരിച്ചു. അസംബ്ലിയിലും പറഞ്ഞു, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു, നമുക്ക് കേരളത്തിൻ്റെ പ്രശ്നം എന്ന രീതിയിൽ ഈ ഖനനം വളരെ അപകടകരമായ ഒന്നാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, ഈ തീരമേഖലയിലെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതും സ്വകാര്യവൽക്കരണമാണ്. അതിനെതിരായി അതിശക്തിയായിട്ടുള്ള പോരാട്ടം നമുക്ക് കേരളം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതിൽ